ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇതാക്കണ 2 റെസിപ്പി ചെയ്യുന്നുണ്ട്. അതിലൊരു റെസിപ്പി നമ്മുടെ മിയ കിച്ചണിലെ മിയ ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു റെസിപ്പി നമ്മൾ മിയ കിച്ചൺ റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ റെസിപ്പി വേറെ ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചിരണേ. ഈ ഒരു റെസിപ്പി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പം പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി. അത്രയ്ക്ക് രസമാണ്. അതുപോലെ തന്നെ വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ തീ കത്തിക്കുക പോലും വേണ്ട. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ റെസിപ്പി ഇതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേത്തൊക്കെയായിട്ട് 3/4 കപ്പ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതല്ല, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് നമുക്ക് ഇതിനകത്ത് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതാക്കണം. ഇതുപോലെ ഒരു അടുപ്പ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എത്രത്തോളം വലിയ വലുപ്പം വേണോ അത്രത്തോളം വലിയ അടുപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ബാക്കി വരുന്ന ബ്രെഡിൽ അത് കളയൊന്നും വേണ്ട. നമുക്ക് അവസാനമായിട്ട് വേറൊരു റെസിപ്പിയും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും വേറൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും അതും ട്രൈ ചെയ്തേണേ. ഇപ്പം എല്ലാം നമ്മൾ ഇതാക്കണ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു പീസിലേക്ക് കുറച്ച് നമ്മുടെ ക്രീം റെഡിയാക്കി വെച്ചുള്ള ക്രീം അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡൊന്ന് വേറൊന്ന് ഇതിൻ്റെ മേത്തൊക്കെയായിട്ട് വെച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സ്പ്രിങ്കിൾസ് അല്ലേ, അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രിങ്കിൾസ് എല്ലാം ഒരു പ്ലേറ്റിൽ ചെറിഞ്ഞ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി ഇതുപോലെ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണുമ്പം പെട്ടെന്ന് കഴിക്കാൻ കൊതിയാവും. കാരണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്യുന്നതാണല്ലോ കൂടുതൽ ഇഷ്ടപ്പെടാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിക്കും. അതുപോലെ തന്നെ അത് ഇട്ടില്ലെങ്കിലും കുട്ടികൾ കഴിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഇതാക്കണം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ എന്തായാലും രണ്ടാമതൊരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കും. കുട്ടികളൊക്കെ എന്നുണ്ടെങ്കിൽ സ്വന്തം തന്നെ ഉണ്ടാക്കി നോക്കും. തീ പോലും കത്തിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ബ്രെഡ് വെച്ചൊരു റെസിപ്പി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് ചെയ്യാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഫോട്ടോയിൽ കാണാൻ അത്ര പാങ്ങില്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചിരവിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതും 2 ചെറിയുള്ളി മുറിച്ചിട്ടതും ഇത്തിരി കറിവേപ്പിലയും 4-5 ഏലക്ക ചതച്ചതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും. ഉപ്പ് അധികം ആയിപ്പോവരുത് കേട്ടോ. ആവശ്യത്തിനുള്ളത് മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് അത്രയും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മളെ ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പീസുകളൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ മിസ്സായിപ്പോയി. അതാണ് കാണിക്കാത്തത്.
ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റോളം നന്നായിട്ട് അടുക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ബ്രെഡും തേങ്ങയല്ലോ നല്ലോണം കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു മധുരം തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതും കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ 2 അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന ബ്രെഡ് വെച്ചിട്ട് രണ്ടാമത്തെ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരിക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.